ഹായ്, ആനന്ദ് റാത്തിയുടെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. Q2 റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ഫുൾ ബിസിനസിനെ പറ്റിയിട്ടും ആ റിസൾട്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്, കമ്പനിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ടോ, കുറച്ചുകൂടി നല്ല സ്റ്റോക്കായ അല്ലെങ്കിൽ പെർഫോമൻസ് മോശമായ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ക്വാർട്ടർ റിസൾട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. റിസൾട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അവരുടെ ബിസിനസ് എന്താണെന്ന് നോക്കിയാൽ അവർ വെൽത്ത് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ വെൽത്ത് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ, അല്ലാതെ അവരുടെ തന്നെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളുണ്ട്. സോ അതിലാണെന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ അതല്ല ഒരു വെബ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിന്ന് വലിയ റവന്യൂ വരുന്നില്ല. സോ നമ്മൾ അതിനെ വലിയായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഇതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. സോ അതിൽ നിന്ന് വലിയ റവന്യൂ കോൺട്രിബ്യൂഷൻ ഇല്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ ക്ലയൻസിന്റെ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ, അങ്ങനെയുള്ള ആൾക്കാരുടെ AUM എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവരുടെ റിസൾട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലും പറഞ്ഞിരുന്നു. AUM ഇവർ മാനേജ് ചെയ്യുന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അതിന്റെ സൈസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നുണ്ടോ, എത്ര പെർസെൻറ്റേജ് കൂടി, അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരുടെ റവന്യൂ ഗ്രോത്ത്, എത്ര പെർസെൻറ്റേജ് ഇവരുടെ റവന്യൂ, ഇവരുടെ സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം. മൂന്ന്, അതിൽ നിന്നിട്ട് ഇവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ടോ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ ഇനി നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരുടെ RMs. ഇവർക്ക് ഈ ബിസിനസ് കൊണ്ടുവരുന്നത്, ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ മാനേജ് ചെയ്യുന്ന ഇവരുടെ RMs ആണ്, റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആണ്. സോ ഈ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് എത്ര പേരുണ്ട്, അവരുടെ എണ്ണത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, ഇവർ മാനേജ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജർ മാനേജ് ചെയ്യുന്ന ക്ലയൻസിന്റെ എണ്ണം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഒരാൾ മാനേജ് ചെയ്യുന്ന AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഒരാൾ ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടുന്നുണ്ടോ. സോ ഈ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ RMസിന്റെ എണ്ണം കൂടുന്നുണ്ടോ, ഇവർ മാനേജ് ചെയ്യുന്ന അസറ്റിന്റെ സൈസ് കൂടുന്നുണ്ടോ, അതേപോലെ ഇവർ മാനേജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. പിന്നെ നമ്മൾ നോർമലി നോക്കുന്ന ROE എങ്ങനെയാണ് കമ്പനിയുടെ പെർഫോം ചെയ്യുന്നത്. ROE മുകളിലേക്ക് പോകും, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ROE കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. കാരണം ROE കൂടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർജിൻസ് കൂടണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് വരണം, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത്, അതായത് കമ്പനി അവരുടെ ഡെപ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും എടുക്കുന്ന ഡെപ്റ്റിനനുസരിച്ച് കൂടുതലായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തന്നെയാണ് ROE പ്രോപ്പറായിട്ട് കൂടുന്നത്. അപ്പോൾ ROE നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് കമ്പനിയുടെ ROE എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കണം. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് കമ്പനിയുടെ PE റേഷ്യോ, ഫോർവേഡ് പിയും ഇപ്പോഴത്തെ PE ഒക്കെ എത്രയാണെന്നുള്ള കാര്യം നോക്കണം. വാല്യുവേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം റിസൾട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കമ്പനിയുടെ AUM ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 30% AUM ഗ്രോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 22% ഗ്രോ ചെയ്തിരുന്നത്. സോ റിസൾട്ടിലേക്ക് പ്രോപ്പറായിട്ട് കിടക്കുന്ന നമുക്ക് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവരുടെ ഗൈഡൻസ്, മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന ഒരു കമ്പനിയാണ്. അവരുടെ PBTയിൽ തന്നെ കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ അവരുടെ റവന്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1175 കോടിയാണ് റവന്യൂ ടാർഗറ്റ്. അതായത് 20% മുകളിലാണ് അവരുടെ റവന്യൂവിന്റെ ഗൈഡൻസ്. അതേപോലെ പ്രോഫിറ്റ് ടാർഗറ്റും കമ്പനിയുടെ മാനേജ്മെന്റ് തന്നിട്ടുണ്ട്. 375 കോടിയാണ് ഈ വർഷം അവർ പ്രോഫിറ്റ് ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 25%ഓളാണ് കഴിഞ്ഞ വർഷത്തിന് ഗ്രോത്ത്. അപ്പോൾ റവന്യൂവിൽ 20%, പ്രോഫിറ്റിൽ 25% ആണ് ഏകദേശം കമ്പനിയുടെ ഗൈഡൻസ് ഉള്ളത്. കൃത്യം ഫിഗേഴ്സ് അവർ തന്നിട്ടുണ്ട്. 1175 കോടി റവന്യൂ, 375 കോടി പ്രോഫിറ്റുമാണ് ഈ വർഷം അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ AUM ഗ്രോത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ 30%, ഞാൻ പറയുന്നത് 30% AUM ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 22%, അതായത് Q1Q നമ്മൾ കമ്പയർ ചെയ്യുന്ന വലിയ കാര്യമല്ല. എന്നാലും ഞാൻ പറഞ്ഞാണ്, കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് കമ്പനി, മാർക്കറ്റ് ഓൾറെഡി അറിയാമല്ലോ, മാർക്കറ്റ് അത്ര വലിയ ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റല്ല, സൈഡ് വേസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്താണ് സെന്റിമെന്റ്സിന് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമെന്ന് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ടും അവരുടെ AUMൽ ഏകദേശം 30%ഓളം ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ കമ്പനിയുടെ റവന്യൂ നോക്കിയാൽ, റവന്യൂവിൽ കമ്പനിക്ക് ഏകദേശം 25% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q3ന്ന് കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് വന്നപ്പോൾ 25%ഓളം റവന്യൂ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 23% ആയിരുന്നു ഗ്രോത്ത്. ഈ ക്വാർട്ടറിൽ 25% ഗ്രോത്ത് ഉണ്ട്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ, കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് 30%ഓളം പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ 25% ആണ് പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ടാർഗറ്റ്. ഇവർ 30%ഓളം ഈ ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ റവന്യൂ 20% അടുത്താണ് ടാർഗറ്റ് എങ്കിൽ കമ്പനി 25%ഓളം റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസിന് മുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ ക്വാർട്ടറിലും. ഇപ്പോൾ കമ്പനിയുടെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട്, ഇവരെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ തന്നെ 20% മുകളിലാണ് ഇവർ എല്ലാ ക്വാർട്ടറിലും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിൽ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ റിസൾട്ടിൽ ഈ ഫിഗേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഗൈഡൻസിന് അനുസരിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവർ RMസിന്റെ എണ്ണം നോക്കിയാൽ, ഇപ്പൊ കമ്പനിക്ക് ഏകദേശം 393 RMs ഉണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 386 ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ നോക്കിയാൽ 383 ആയിരുന്നു. അതായത് കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് 10 RMs കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ, കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കിയാൽ പോലും ഏകദേശം 7 RMs കൂടിയിട്ടുണ്ട്.
നല്ല രീതിയിൽ ഇവർ ആർഎംസിനെ പുതിയതായിട്ട് എടുക്കുന്നുണ്ട് ഉള്ളിലേക്ക്. അതുവരെ കൂടുതൽ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇന്റേണലായിട്ട് ഇവരെ എടുത്തിട്ട് ഇവർക്ക് 3-4 വർഷം ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് സാലറിയിൽ എക്സ്പെൻസ് കൂടുതലായിട്ട് വരില്ല അതിൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവർ ആർഎംസിനെ കൂടുതലായിട്ട് ഇവരുടെ ടീമിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അതുപോലെ ആർഎംസ് ഡീൽ ചെയ്യുന്ന AUM, ഒരു ആർഎം മാനേജ് ചെയ്യുന്ന AUMന്റെ ഗ്രോത്ത് നോക്കിയാൽ പോലും ഏകദേശം 246 കോടിയാണ് ഒരു ആർഎം ഡീൽ ചെയ്യുന്ന AUM സൈസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ Q2 നോക്കിയാൽ ഏകദേശം 195 കോടിയായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 246 കോടിയായിട്ട് AUM, ഒരു ആർഎം മാനേജ് ചെയ്യുന്ന AUM കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലയൻസ് പെർ ആർഎം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 34 കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ അത് 33. അതായത് ഇത്രയും പുതിയ ആർഎംസിനെ എടുത്തിട്ട് പോലും ഓരോ ആർഎം ഡീൽ ചെയ്യുന്ന ക്ലയൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 33 ആയിരുന്നെങ്കിൽ ഈ ക്വാർട്ടറിൽ 34. കഴിഞ്ഞ ഡിസംബറിൽ നോക്കിയാൽ കഴിഞ്ഞ ഡിസംബറിൽ 30 ആയിരുന്നു. 30 ഏകദേശം 34 കൂടിയിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓരോ ആർഎംസും, അതായത് ഒരു ആർഎമ്മിന് ഇവർ കൊടുക്കേണ്ട സാലറി കോൺസ്റ്റന്റ് ആണ്. സോ ആ ആർഎമ്മിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുവാണ്. അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടിന്റെ സൈസ് കൂടുന്നു, ഇവർ മാനേജ് ചെയ്യുന്ന ക്ലയൻസിന്റെ എണ്ണം കൂടുന്നു. അതിനർത്ഥം ഇവർ എക്സ്പെൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കി ഇവർക്ക് വരുന്ന പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. അതായത് കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. 25% ഗ്രോ ചെയ്ത സമയത്ത് കമ്പനിക്ക് 30% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നതിന്റെ മെയിൻ റീസൺസിൽ ഒന്ന് ഇതാണ്. അവരുടെ ആർഎംസ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു, ഇവർക്ക് കൊടുക്കേണ്ട എക്സ്പെൻസ് കോൺസ്റ്റന്റ് ആവുകയും വരുന്ന പ്രോഫിറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ROE നോക്കിയാൽ ROE കഴിഞ്ഞ ക്വാർട്ടറിൽ 45 ആയിരുന്നു. അത് ഈ ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 47 മുകളിലാണ്. ROE ഞാൻ പറഞ്ഞല്ലോ, ROEയുടെ ഡയറക്ഷൻ നോക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ROEയുടെ നമ്പറിനെ കഴിഞ്ഞും കൂടുതലായിട്ട് നോക്കേണ്ടത് ROEയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണ്. 45 47 കമ്പനി നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ROE മുകളിലേക്ക് പോകാന്ന് പറയുന്നത്. 45 നിന്ന് ഈ ക്വാർട്ടറിലേക്ക് 47 കൂടിയിട്ടുണ്ട് ROE. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ബിസിനസിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി അവർ 1-2 നെഗറ്റീവ് എന്താണെന്ന് നോക്കിയാൽ ഈ ക്വാർട്ടറിൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലേക്ക് വരുന്ന ഇൻഫ്ലോസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫണ്ട് മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ഫണ്ടിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കമ്പനിയുടെ ഈ പറഞ്ഞ റിസൾട്ടിൽ നമുക്കത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവരുടെ ടോട്ടൽ ഇൻഫ്ലോസിൽ ഏകദേശം 6% കുറവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻഫ്ലോയിൽ 25%, അതാണ് ഇവരെ ടോട്ടൽ ഇൻഫ്ലോസിനെ താഴേക്ക് വലിച്ചത്. 25% ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ SIPസിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ടോട്ടൽ എമൗണ്ടിൽ 25% കുറവ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇവർക്കായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ സെയിം ടൈമിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.8 മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് 2.2, 2.3 ആ ഒരു പെർസെൻറ്റേജിലേക്ക് മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. മൊത്തത്തിൽ മാർക്കറ്റിൽ ഇൻഫ്ലോ കുറവായതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇൻഫ്ലോയിലും കുറവ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് കൃത്യമായിട്ട് മാനേജ്മെന്റ് എന്താ പറയുന്നതെന്ന് കേൾക്കണം. ഇന്നാണ് മാനേജ്മെന്റിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും ഉള്ളത്. സോ അതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ്മെന്റ് പുതിയതായിട്ട് പറയുന്നുണ്ടോ, ഈ പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൽ മനസ്സിലാകാം. സോ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് എന്തുകൊണ്ടാണ് ഇൻഫ്ലോയിൽ കുറവ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അടുത്ത ക്വാർട്ടറിലേക്ക് എങ്ങനെയാണ് അഫക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നോക്കുന്നത് വെച്ചാൽ കമ്പനിയുടെ PE റേഷ്യോ ആണ്. PE റേഷ്യോ എന്ന് പറയുന്നത് റിസൾട്ടിന് തൊട്ട് മുമ്പ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് 77 കമ്പനിയുടെ PE റേഷ്യോ. റിസൾട്ട് വന്നപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടിയുകൊണ്ട് തന്നെ 72 PE റേഷ്യോ കുറഞ്ഞു. 77 നിന്ന് 72 കമ്പനിയുടെ ഫോർവേഡ് PE നോക്കിയാൽ കമ്പനി 375 ഈ വർഷത്തെ അവർ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് അതിന് മുകളിലേക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവർ പെർഫോം ചെയ്തിരിക്കുന്നത് വെച്ച് നോക്കിയാൽ അടുത്ത ക്വാർട്ടറിൽ ഒരു 10% ഗ്രോത്ത് പ്രോഫിറ്റിൽ വന്നാൽ തന്നെ ഇവരുടെ ഈ 375 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് വരെത്തും. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറിൽ ഒരു 25 to 30% ഇവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 390 to 395 അടുത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാൽ കമ്പനിയുടെ ഫോർവേഡ് PE എന്ന് പറയുന്നത് ഏകദേശം ഒരു 67-68 എത്തും. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കമ്പനി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ എല്ലാ സമയത്തും ഈ സ്റ്റോക്കിന്റെ PE റേഷ്യോ ഈ ഒരു രീതിയിലാണ്, ഒരു 65-നും 85-നും ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് നല്ല രീതിയിൽ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PE റേഷ്യോ എപ്പോഴും ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഗ്രോത്ത് ഉള്ള കമ്പനികൾ എനിക്ക് ഇതിലും കുറവ് PE അവൈലബിൾ ആയിട്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റഡ് അല്ല. പക്ഷെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു സ്റ്റോക്കാണ് ആനന്ദ് റാത്തി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസ്ക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. നമുക്ക് എന്തായാലും മാനേജ്മെന്റ് എന്താ പറയുന്നുള്ള കാര്യം കൂടെ കേട്ടതിന് ശേഷം അതിലെന്തെങ്കിലും മേജർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.